ഞാൻ വാക്ക് പറഞ്ഞിട്ടുണ്ട് ജാസ്മിൻ്റെ അടുത്ത്, ഈ ലോകം മുഴുവൻ നിന്റെ എതിരെ നിന്ന് കഴിഞ്ഞാലും നിന്റെ കൈ പിടിച്ച് ഞാൻ നിന്റെ ഒപ്പം നിൽക്കുന്നു ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. എൻ്റെ വാക്ക് ഗബ്രി ജാസ്മിൻ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്, ഈ ലോകം മുഴുവൻ എതിരെ നിന്നാലും ഞാൻ നിന്റെ കൈ പിടിക്കുന്നു, ജീവിതകാലം മുഴുവനും കൈ പിടിക്കുമെന്നാണ് കപ്രി പറഞ്ഞിരിക്കുന്നത്. കപ്രി ചേട്ടൻ ഇപ്പം കൈ വിട്ടു എന്നൊക്കെയാണ് കേൾക്കണത്. എനിക്കൊരു വാക്കേ ഉള്ളൂ, ആ വാക്ക് പ്രത്യേകിച്ച് എൻ്റെ കൂടെ നിന്നിട്ടുള്ള ഒരാൾ, അങ്ങനെ ഒപ്പം പിടിച്ച് സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ എന്തുകൊണ്ട് ആ വാക്ക് ഒരു വാക്കേ ഉള്ളൂ, എൻ്റെ കൈ പിടിച്ച് ഒപ്പം നിന്ന ആൾ. അതായത് ബിഗ് ബോസ് ഹൗസിനകത്ത് കയറിയപ്പോഴാണ് ഇവർ തങ്ങളിലുള്ള പ്രണയം തുടങ്ങിയത്. സൗഹൃദം പിന്നെ അത് പ്രണയമായി മാറുന്നു. ബിഗ് ബോസ് ഹൗസിൻ്റെ വെളിയിൽ കണ്ടിട്ടുണ്ടോ എങ്കിലും ഇത്ര അവർ അടുപ്പമല്ലായിരുന്നു. ബിഗ് ബോസ് ഹൗസിനകത്ത് ഗബ്രിയും ജാസ്മിയും കയറി, പിന്നെ ബിഗ് ബോസ് അങ്ങ് മാറ്റി മറിച്ചു. ഇപ്പോൾ കൈ വിടില്ല എന്ന് പറഞ്ഞ ആളുകൾ തമ്മിൽ ഇപ്പം കൈ വിട്ടു എന്നാണ് അറിഞ്ഞത്. ഷൈൻ ടോം ചാക്കോര ഒരു ഇൻ്റർവ്യൂ, അതായത് ഗബ്രിയുമായിട്ട് ഫിലിമിനെ സംബന്ധിച്ച് എന്തോ ഒരു ഇൻ്റർവ്യൂ കണ്ടായിരുന്നു. അപ്പം അതില്ലേ പറയുന്ന വാക്ക് കേൾക്കാം. നീ കല്യാണം കഴിഞ്ഞിട്ടല്ലേ ജീവിക്കണ, ലിവിങ് ടുഗദർ അല്ലേ എന്ന് എല്ലാവർക്കും ഉണ്ടായിരുന്ന സംശയമല്ല, യാഥാർത്ഥ്യമായിട്ടാണ് എല്ലാവരും കരുതിയിരുന്നത്. ഷൈൻ ചോദിക്കുന്നതാണ് കേട്ടോ കപ്രി ചേട്ടൻ്റെ അടുത്ത്. കപ്രി അങ്ങ് വളിച്ച് ചളിച്ച് ആ മുഖമൊക്കെ പോയ പോക്കേ. ഞാൻ തെറ്റിദ്ധരിക്കപ്പെടുന്നതാണോ എന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണോ എന്നറിയില്ല. അല്ല തെറ്റിദ്ധരിക്കപ്പെടണമെന്നും അല്ല, എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നു, എല്ലാവർക്കും അറിയാമായിരുന്നു ഇത് ഉള്ളതാണ്. നമ്മളെ കപ്രി ആരെ കുറിച്ചാണെന്നറിയാമല്ലോ, ജാസ്മിൻ്റെ കാര്യമാണ് അവിടെ വെച്ചത്, അവിടെ വന്നൊരു ഇട്ട് കൊടുത്തതാണ്. ബിഗ് ബോസിൽ വെച്ച് അവർ നല്ല കണക്ഷൻ ആയിരുന്നല്ലോ. അത് കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങിയതിന് ശേഷവും അവർ തങ്ങളിൽ ഒരുപാട് ടൂറുകളൊക്കെ പോവുകയും ഓരോ രാജ്യങ്ങളൊക്കെ ചുറ്റി സഞ്ചരിക്കുകയും രണ്ടുപേരും ഒരുമിച്ചായിരുന്നു. അതുകൊണ്ടാണ് അതങ്ങനെ അവിടെ പറഞ്ഞത്. ഞാൻ സിംഗിളാണ്. എത്ര പെണ്ണുങ്ങളെ ഗബ്രി ഇതേ കണക്ക് സ്നേഹം നടിച്ച് സൗഹൃദം നടിച്ച് കൊണ്ട് നടന്നിട്ട് ഞാൻ സിംഗിളാണ് എന്ന് പറയുന്നു. പക്ഷേ ജാസ്മിന് ഭയങ്കര ഇഷ്ടമായിരുന്നു നമ്മളെ കപ്രിയ. ജാസ്മിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. കപ്രി വെറുതെ തേച്ചതാണല്ലേ. കപ്രി കൊണ്ട് നടന്ന് കറിയിലിട്ട കറിവേപ്പല പോലെ എടുത്തങ്ങ് വലിച്ചെറിഞ്ഞു ജാസ്മിന്. അപ്പോൾ എന്തോ രണ്ടുപേരും പരസ്പരം അത്ര ഒരിതില്ല. ഇനി ഒരുപാട് ജാസ്മിനെ വെച്ചിട്ട് മുതലെടുത്തു ഗബ്രി, ഒരുപാട് മുതലെടുത്തു. ജാസ്മിനിൽ നിന്നും മുതലെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പുള്ളിക്കാരൻ പിറകെ നടന്നത്. ഇനി അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞ് ഇനി നമ്മുടെ കല്യാണവും ഉണ്ട്. അപ്പം കപ്രി ജാസ്മിനെ തേച്ചു. അതാണിപ്പോൾ രണ്ടുപേരും രണ്ട് വഴിയായി. രണ്ട് വഴിയേ യാത്ര സഞ്ചരിക്കുന്നു. ഇപ്പം അങ്ങനെ ടൂറ് പോണ കാണാനില്ല. ബിഗ് ബോസിൽ കയറിയ സമയം മുതൽ അവർ ഭയങ്കര കാര്യമായിരുന്നു രണ്ടുപേരും. നമ്മളൊക്കെ ആദ്യം വിചാരിച്ച് നല്ല സൗഹൃദത്തോടു കൂടി മുന്നോട്ട് പോകുന്നു. ഗെയിമുകൾ വന്നാലും അവരെപ്പോഴും അവരെ കൈ വിടൂല. രണ്ടുപേരും കൈ ഇങ്ങനെ കൂട്ടി ഇറുക്കി പിടിച്ചേക്കും. അതാണ് ഗബ്രി പറഞ്ഞത്, എൻ്റെ കൂടെ നിൽക്കുന്നവരെ കൈ വിടൂലെന്ന്. ഒരിക്കലും കൈ ഇങ്ങനെ ഇരിക്കണ കൈ വിടൂല, ഇറുക്കി പിടിച്ചേക്കും. പക്ഷേ ഇപ്പം ജാസ്മിൻ്റെ കൈ വിട്ടു. ജാസ്മിനെ ഉദ്ദേശിച്ചാണ് അവിടെ പറഞ്ഞത് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ സമയത്ത്. അപ്പോൾ പല ദിവസങ്ങളിലും അതിനകത്ത് ഇവരെ പറ്റി ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ജാസ്മിനെക്കുറിച്ചും ഗബ്രിയെക്കുറിച്ചും. എപ്പോഴും എവിടെ നോക്കിയാലും ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ്. പോയി വാഴത്തോട്ടത്തിലിരിക്കുന്നു, വാഴയില പറിച്ചു വെച്ച് കപ്രിയുടെ പേരെഴുതുന്നു, ലവ് ചിഹ്നം വരയ്ക്കുന്നു, ഒരു ബഹളം തന്നെ. അതിനിടയിൽ വെച്ചാണ് കപ്രി ഔട്ടായി ഇറങ്ങിപ്പോയത്. നമ്മുടെ ജാസ്മിൻ നെഞ്ചത്തടിച്ച് നിലവിളിച്ചു, ഗബ്രി 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 എന്നും പറഞ്ഞു. അവസാനം ജാസ്മിനെ എന്തോന്നാ ഒരു കൂട്ടിനകത്ത്
സിംഹത്തിൻ്റെ കൂടാ എന്തോ ഒരു കൂട്ടിനകത്ത് കയറ്റിയിട്ട് ജാസ്മിനെ ഔട്ടാക്കി വിട്ടു. അപ്പോഴും ഞാൻ വിചാരിച്ചു, അതിന് മുമ്പ് ഞാൻ വിചാരിച്ചു ജാസ്മിൻ ആയിരിക്കും ആ ബിഗ് ബോസ് സീസണിലെ വിന്നർ എന്നാണ് വിചാരിച്ചത്. പക്ഷെ നല്ലതുപോലെ ഗെയിം കളിക്കുമായിരുന്നു. പിന്നെ ഈ ഗപ്രിയേയും കൂടെ കയ്യിൽ കൂട്ടുപിടിച്ചതിന് ശേഷം ജാസ്മിൻ്റെ സ്വഭാവത്തിൽ വ്യത്യാസം വന്ന് ജാസ്മിന് ഗെയിം കളിക്കണമെന്നുള്ള ചിന്തയില്ല. പിന്നെ ജാസ്മിന് വളയിട്ട് വെച്ചിട്ട് പോയത് ഉടനെ അയാൾ പിരിഞ്ഞു പോയി. അയാൾ ഈ രംഗങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, ഇവരെ രണ്ടുപേരെയും ബിഗ് ബോസ് ഹൗസിനകത്തുള്ള രംഗങ്ങൾ. മുണ്ണാക്കയൊക്കെ പോയി, മുണ്ണാക്ക പിന്നോക്ക് പോയി, അങ്ങോട്ടൊക്കെ പോയി. എന്നിട്ട് രണ്ടാമത് കപ്രി വന്ന് ബിഗ് ബോസിൽ കയറിയപ്പോഴോ കിച്ചണിനകത്ത് പോയി പതുങ്ങിയിരുന്നും കൊണ്ട് ജാസ്മിന് ഒരു ബഹളം തന്നെ. അപ്പോഴൊക്കെ ഇങ്ങനെ എന്തൊക്കെയാണ് എന്തോ. നമുക്ക് ആ ബിഗ് ബോസിലെ ഒരു സീൻ കാണാം. പരസ്പരം പൂക്കൾ കൈമാറി അവരെന്തോ അവർക്കൊരു പ്രത്യേകത ഉള്ളതുപോലെ ആയിരുന്നു. അതിനകത്ത് കൂടെ ബിഗ് ബോസ് വിളിക്കും, ജാസ്മിൻ ഗബ്രി എന്ന് പറയുമ്പോൾ ജാസ്മിൻ ഗബ്രിയുടെ മടിയിൽ നിന്ന് ചാടി എഴുതിക്കും, തലയും വെച്ച് കിടക്കുന്നത് ചാടി അങ്ങ് എഴുതിക്കും. ഇവർ കൂടുതലും ക്യാമറ ഫോക്കസ് ചെയ്യാത്ത ഭാഗത്ത് ടോയ്ലറ്റിനകത്തൊക്കെയാണ് പോയിരുന്നവർ കാര്യം പറയണം. ബിഗ് ബോസിന് മനസ്സിലാവും, ബിഗ് ബോസ് അലോൺസ് ചെയ്യും, പെട്ടെന്ന് അവിടെ നിന്ന് ചാടി എഴുതിക്കുക. അവിടെ വെച്ചേ അവർക്കുണ്ടായിരുന്ന പ്രണയം ഒന്നുമല്ല, ന്യൂസ് വരെ ഇറങ്ങി എന്നുള്ളതാണ്. അന്ന് കേട്ടോ. ബിഗ് ബോസ് മലയാളം സീസൺ 6 ശ്രദ്ധേയരായവരാണ് ജാസ്മിൻ ജാഫറും ഗബ്രി ജോസും. ഇരുവരുടെയും സൗഹൃദം ജബ്രി എന്ന പേരിലായിരുന്നു പ്രേക്ഷകർ വിശേഷിപ്പിച്ചിരുന്നത്. ജബ്രി അല്ല, ചപ്രി എന്ന പേരിൽ. എത്ര കാണുന്നതല്ല, എല്ലാവരെയും ചപ്രി കെട്ടിപ്പിടിക്കും. ചപ്രിക്ക് അങ്ങനെയൊന്നുമില്ല, ജാസ്മിന് മാത്രമൊന്നുമില്ല, ചപ്രി എല്ലാരെയും കെട്ടിപ്പിടിക്കും. ുള്ളിലും പുറത്തും ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഇരുവരുടെയും ബന്ധം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട ഒന്ന് തന്നെയായിരുന്നു. ഇതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസമായി സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ വൈറലായിരിക്കുകയാണ് ഇപ്പോൾ. അഭിമുഖത്തിനിടെ താൻ സിംഗിൾ ആണ് എന്ന് പറഞ്ഞ മുൻ ബിഗ് ബോസ് താരമായ ഗബ്രിയോട് നിങ്ങൾ കല്യാണം കഴിഞ്ഞ് ജീവിക്കുകയല്ലേ, ലിവിംഗ് ടുഗദർ അല്ലേ എന്നൊക്കെ നടൻ ഷൈൻ ടോം ചാക്കോ ചോദിക്കുന്ന വീഡിയോ ആണ് അത്. അതിൽ അത്ഭുതമില്ല. ഷൈൻ ചോദിച്ചെങ്കിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് കഴിയുന്നത് പോലെ തന്നെയാണ് കരുതുന്നത്. കപ്രി ജാസ്മിൻ്റെ അടുത്ത് വരുന്നുണ്ട്, അവിടെ തങ്ങുന്നുണ്ട്, പിന്നെ അങ്ങോട്ട് പോകുന്നുണ്ട്, പിന്നെ വല്ലപ്പോഴൊക്കെ ജാസ്മിൻ്റെ വീട്ടിൽ പോകണമെന്നും പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്, പിന്നെ അതുപോലെ അവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ട്. എന്നാലും കപ്രി എവിടെ പോയാലും കപ്രി. പിന്നെ കപ്രി കുറേയൊക്കെ അങ്ങ് മുതലാക്കി ജാസ്മിൻ്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റും പോലെ അങ്ങ് മുതലാക്കി എടുത്ത്. അതോ ഞാൻ തെറ്റിദ്ധരിച്ചിരിക്കുന്നതാണോ എന്ന് അറിയില്ലെന്നാണ് സിംഗിൾ ആണെന്ന ഗബ്രിയുടെ മറുപടി കേട്ട് ഷൈൻ പറഞ്ഞത്. വീഡിയോ വൈറലായപ്പോൾ ബിഗ് ബോസിൽ വെച്ച് ജാസ്മിനുമായി ഉണ്ടായിരുന്ന ഗബ്രിയുടെ അടുപ്പം വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ഇവർ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷവും രണ്ടുപേരും എവിടെ പോയാലും ഒരുമിച്ചായിരുന്നു. ഗബ്രിയുടെ ബർത്ത്ഡേ വന്നപ്പോൾ ജാസ്മിൻ അവിടെ പോകുന്നു, ഗബ്രിക്ക് എന്തൊക്കെയോ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഗബ്രിയുടെ സഹോദരിയുടെ കല്യാണമായപ്പോൾ ജാസ്മിൻ പോകുന്നു. പക്ഷേ ജാസ്മിൻ ഒരു കാര്യമുണ്ട്, ഏതെങ്കിലും ഒരു സഭയിൽ എന്ന് പറഞ്ഞാൽ ആൾ കൂടുന്ന ഒരു കല്യാണ സഭയിൽ എവിടെ ആവട്ടോ ഗബ്രിയുടെ അടുത്ത് ആരെങ്കിലും വന്ന് ഏതെങ്കിലും ഒരു പെൺകുട്ടി വന്ന് കൈ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ജാസ്മിൻ്റെ സ്വഭാവം മാറും. ഇങ്ങനെ ഒന്ന് നോക്കും, പിന്നെ ജാസ്മിൻ ഇങ്ങനെ മാറിയിരിക്കും. പക്ഷേ ജാസ്മിന് ഭയങ്കര ഇഷ്ടമാണ് കപ്രി അങ്ങനെയല്ല. കപ്രിക്ക് എല്ലാവരെയും വേണം. കപ്രി ഏത് പെൺപിള്ളേരെ കണ്ടാലും കൈ കൊടുക്കും, ഒന്നും കെട്ടിപ്പിടിക്കും, അങ്ങനെയൊക്കെയാണ്. അതാണ് കപ്രി വലിച്ചെറിഞ്ഞു എന്ന് പറയുന്നത്. നല്ലതുപോലെ മുതലാക്കിയിട്ട് വലിച്ചെറിഞ്ഞു. പക്ഷെ ജാസ്മിന് ഭയങ്കര ഇഷ്ടമായിരുന്നു കപ്രി. അതുകൊണ്ടാണല്ലോ മറ്റേ മുണ്ണാക്കയൊക്കെ ഉപേക്ഷിച്ചിട്ട് കപ്രിയുടെ കൂടെ വന്നത്, മുണ്ണാക്കയും പിണ്ണോക്കയൊക്കെ ഉപേക്ഷിച്ചത്. ഹൗസിൽ വെച്ച സൗഹൃദത്തിന് അപ്പുറം ഒരു ബന്ധം ഇരുവരും തമ്മിൽ ഉണ്ടായതായി ഹൗസ് മേറ്റ്സും പ്രേക്ഷകരും ഒരുപോലെ വിമർശിച്ചിരുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷവും അങ്ങനെയൊന്നും ഇല്ല എന്നുമായിരുന്നു ഇരുവരുടെയും മറുപടി. അത് വെറുതെ. അതിനുശേഷം അവർ ഒരുമിച്ചായിരുന്നു എല്ലായിടത്തും പോണതും വരണതും. നമ്മളും വിചാരിച്ച് ചിലപ്പോൾ കല്യാണം കഴിക്കും.
ആയിരിക്കാം, ഇപ്പോഴും തോന്നുന്നു. തേപ്പാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് വേണം പറയാൻ. ചിലപ്പോഴേ അവർ കുറച്ച് നാൾ മിണ്ടാതിരിക്കും, വീണ്ടും ജാസ്മിൻ അങ്ങോട്ട് ഗബ്രിയുടെ അടുത്തോട്ട് ചെല്ലും, വീണ്ടും കൈ പിടിക്കും, വീണ്ടും കാര്യം പറയും, വീണ്ടും ഇവർ നടക്കും, കുറേ ദൂരം ഇങ്ങനെ നടക്കും, സഞ്ചരിച്ചിട്ട് പിന്നെ അവർ പോവും, പിന്നെ അവർ ഒരേ സ്ഥലത്ത് പോയി ഒരേ ഷോപ്പിലൊക്കെ പോയി ഓരോ സാധനങ്ങൾ അവർ പർച്ചേസ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ വന്നിരുന്ന് ഒരുമിച്ച് ഫുഡ് കഴിക്കണ കാണാം, അങ്ങനെ കാണാം, ഇങ്ങനെയാണ്. ഇപ്പം കുറേ നാളുകൊണ്ട് അവർ രണ്ടും രണ്ട് പാത്രമായ രീതിക്കാണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല, സഹകരിക്കുന്നില്ല. എന്നാലും ജാസ്മിൻ ഗബ്രിയുടെ ബർത്ത്ഡേക്ക് ജാസ്മിൻ പോയിരുന്നു. പിന്നെന്തോ ഗബ്രിയുടെ കയ്യാങ്കണ്ടൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടുകൊണ്ട് കിടക്കണുണ്ട്. പിന്നെ എന്തോ പറ്റിയതിനെന്തോ അപകടം പറ്റി. അപ്പോഴത്തേക്ക് ആദ്യം പോയില്ല, പിന്നീട് ജാസ്മിൻ അവിടെ ഇരിക്കുന്ന കണ്ടു, അങ്ങനെയൊക്കെ പോയായിരുന്നു. ജാസ്മിൻ ഗബ്രിയും തമ്മിൽ പ്രണയത്തിലാണ് എന്ന ആ സീൻ മുഴുവൻ സംശയമായിരുന്നു. അവസാനം മോഹൻലാൽ വരെ ചോദിച്ചു. ഉടനെ ജാസ്മിൻ പറഞ്ഞു, എനിക്ക് അറിഞ്ഞൂടാ ലാലേട്ട എന്ന്. ഭയങ്കരമായ ഹൈപ്പിൽ നിന്ന് എവിടെയോ എത്തി. നമ്മളെ ലാലേട്ടൻ ചോദിച്ചു, നിങ്ങൾ തങ്ങളിൽ എന്താണ് ശരിക്ക്, സൗഹൃദമാണോ, ഇഷ്ടമാണോ, പ്രണയമാണോ, എന്താണ്? അതറിഞ്ഞൂടാ ലാലേട്ട, ഇതൊന്നും അല്ല, അതിനകത്ത് കിടക്കുന്നത് എന്തോ വേറൊരു സാധനം. കൊച്ചായിരുന്നു. ഇപ്പോൾ എവിടെ നിൽക്കുന്നു? ഗബ്രി സിമ്പിൾ ആയി പറയുന്നുണ്ട്, ഐ ആം സിംഗിൾ റെഡി ടു മിംഗിൾ എന്ന്. പക്ഷെ ജാസ്മിന്റെ അവസ്ഥ എന്താണ്? അതാണ് ഗബ്രി പറയുന്നു, ഞാൻ സിംഗിളാണ് എന്നാണ് പറയണത്. പക്ഷെ ജാസ്മിൻ്റെ അവസ്ഥ, ജാസ്മിൻ ഇപ്പോഴും ഇങ്ങനെ ഗബ്രിയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഗബ്രി. ജാസ്മിന് ഊണും ഇല്ല, ഉറക്കമില്ല, എപ്പോഴും നോക്കിയാലും ഊണിലും ഉറക്കത്തില്ല. എൻ്റെ ഗബ്രി. ഗബ്രിക്ക് വേറെ ചിന്ത. ഗബ്രി പറയണ ഞാൻ സിംഗിളാണ്, ഇനിയും നിങ്ങൾ നല്ല നല്ല പെൺകുട്ടികൾ വരട്ടെ, ഞാൻ കല്യാണം കഴിക്കാൻ താല്പര്യമാണ്, എൻ്റെ സഹോദരിയെ കല്യാണം കഴിപ്പിച്ചു വിട്ടു, ഇനി ഞാനും കൂടെ ഉള്ളൂ, അപ്പം എനിക്ക് നല്ല നല്ല ആലോചനകൾ വരട്ടെ, നല്ല ആലോചനകൾ വരട്ടെ എന്നു. അതാണ് പറഞ്ഞത്. ജാസ്മിനെ തേച്ചു, ജാസ്മിനെ വലിച്ചെറിഞ്ഞു. ഇപ്പം ജാസ്മിൻ വിചാരിക്കുകയായിരിക്കും, എൻ്റെ മുണ്ണാക്ക മതിയായിരുന്നെന്ന്. മുണ്ണാക്കയ്ക്ക് ഭയങ്കര സ്നേഹമായിരുന്നു, പിന്നെ പിണ്ണാക്കായും. 2 പേർക്കും അങ്ങനെ തന്നെയായിരുന്നു. 2 പേരെ വേണ്ടെന്ന് വെച്ചിട്ടാണ്, വേണ്ടെന്ന് വെച്ചതല്ല, പിണ്ണാക്കയൊക്കെ വേണ്ടെന്ന് വെച്ചതാണ്. അവരാണ് വേണ്ട, ഗബ്രി കൈ പിടിക്കുന്നതും കാല് പിടിക്കുന്നതും അങ്ങനെയൊക്കെ കണ്ടുകൊണ്ട് ഈ 2 പേരും പിന്മാറിയതാണ്. ആദ്യം വേറൊരുത്തൻ കുറേ നാൾ കൊണ്ട് നടന്നിട്ടാണ് ഏതോ ഒരു കല്യാണത്തിന് വെച്ച് പിണ്ണാക്കായ കാണുന്നത്. അങ്ങനെ പിണ്ണാക്കായുമായിട്ട് സൗഹൃദത്തിലാകുന്നു. പിന്നെ വളയം കണ്ടേക്കിട്ട് എന്തൊക്കെയോ അവിടെ നടന്നു. പൊന്നുപോലെ നോക്കുന്ന ഒരു കുടുംബം വന്നതാണ്. ബിഗ് ബോസിന് പോകാൻ എയർപോർട്ട് വരെ കൊണ്ടുവിട്ടതാണ്. എത്രത്തോളം സ്നേഹിച്ച സത്യം, അവർ എയർപോർട്ട് വരെ കൊണ്ടുവിട്ടതാണ്. ആ വളയിട്ട് വെച്ചിരുന്ന ആ കുടുംബം, കല്യാണം ഉറപ്പിച്ച് വെച്ചിരുന്ന ആ കുടുംബം ഭയങ്കര ഇഷ്ടമായിരുന്നു. അവർ എയർപോർട്ട് വരെ കൊണ്ടാക്കി, മോളെ പോയിട്ട് വാന്ന് പറഞ്ഞു, ടാറ്റയൊക്കെ പറഞ്ഞ് തിരിച്ച് വന്നതാണ്. അവർ തിരിച്ചിങ്ങ് പോവുകയും ചെയ്ത്, ബിഗ് ബോസിൽ പോവുകയും ചെയ്ത്. അപ്പോഴാണ് നമ്മൾ ഗബ്രി എന്ന് പറയുന്ന ഗബ്രി അവിടെ വെച്ച് കാണുന്നതും. ഗബ്രി പിന്നെ അങ്ങോട്ട് ഗബ്രിയും ജാസ്മിനും അവർ തങ്ങളിൽ മിണ്ടിയും പറഞ്ഞും പിന്നെ അത് സൗഹൃദത്തിലോട്ടങ്ങ് എത്തിച്ചേർന്നു. സൗഹൃദം പിന്നെ അത് പ്രണയമായി വളർന്നു. പിന്നെ അവർ വാഴയിലയിൽ ലവ് ചിഹ്നങ്ങൾ എഴുതി വെച്ചു. ഗബ്രി ഔട്ടായപ്പോൾ എൻ്റെ ഗബ്രി എന്നും പറഞ്ഞ് നെഞ്ചത്തടിച്ച് കരയണ ജാസ്മിനെയാണ് കണ്ടത്. പ്രിയനെ വിട്ടുകളഞ്ഞിരിക്കുകയാണ്. അവസാനം ആ ചെറുക്കൻ കരഞ്ഞു. കർമ്മഫലം എന്നാൽ ഇതൊക്കെയാണ്. ഒരു സാധാരണക്കാരന്റെ സംശയമാണ് ഷൈൻ വൈറൽ അഭിമുഖത്തിൽ ഗബ്രിയോട് ചോദിക്കുന്നത്. എന്താണ് ഈ ലോകത്ത് നടക്കുന്നത്? ഞാൻ എന്തൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ സദാചാര അമ്മായി എന്ന് പറഞ്ഞ് എന്റെ തലയിൽ കയറാനായി ചിലർ വരുമായിരിക്കും. ചില സംസ്കാരങ്ങൾ നമ്മൾ സംരക്ഷിക്കണം. ജാസ്മിനെ പെങ്ങളായിട്ട് എങ്കിലും ഗബ്രി കണ്ടിരുന്നുവെങ്കിൽ ഇത്ര വലിയ ചീത്തപ്പേര് വാങ്ങിത്തന്ന് നിസ്സാരമായി ഇരുന്ന്. പെങ്ങളായിട്ടൊന്നും അല്ല കണ്ടത്, പെങ്ങളായിട്ടൊന്നും അല്ല. എങ്കിൽ എൻ്റെ പെങ്ങളെ എന്നും പറഞ്ഞുകൊണ്ടല്ലേ നടക്കൂ. ഇതങ്ങനെയല്ലേ, മുത്തേ കണ്ണേ എന്നും പറഞ്ഞുകൊണ്ടാണ് നടന്നത്. കൈ കഴുകി വർത്തമാനം പറയില്ലായിരുന്നു. തല കുത്തി നിന്നാലും ഈ ബന്ധം അങ്ങനെ അല്ലായിരുന്നു എന്ന് പറയുവാൻ ജാസ്മിനും ഗബ്രിക്കും കഴിയില്ല. നഷ്ടപ്പെട്ടത് ജാസ്മിനാണ്. നല്ല അവസരങ്ങൾ കിട്ടുമായിരുന്ന കുട്ടിയാണ്. ആ കപ്പ് പോലും അവൾക്ക് കിട്ടേണ്ടതായിരുന്നു. സത്യം, എല്ലാവരും വിചാരിച്ചിരുന്ന ജാസ്മിൻ തന്നെ കപ്പ് കൊണ്ടുപോകുമെന്നാണ് വിചാരിച്ചിരുന്നത്. കപ്പ് കിട്ടിയതുമില്ല, കൂടാരത്തിൽ കയറ്റി പറഞ്ഞു വിട്ടു. പാവം കയറിയിരിക്കണ കണ്ട ചക്കട വണ്ടിയിൽ, കാളവണ്ടിയിൽ കയറി ഇരുന്ന് വരിങ്ങണക്കാണ് അവസാനം പറഞ്ഞു വിട്ടത്.
കപ്രിയ കാരണമാണ് ജാസ്മിന് കപ്പ് കിട്ടാത്തത്. കപ്രിയാണ് ഇങ്ങനെ ചെയ്തത്. എന്നിട്ട് കപ്പറി ഇപ്പം കയ്യും വെടിഞ്ഞു. പുതിയ സിനിമയിൽ എന്താ അഭിനയിക്കാൻ പോണെന്ന് കല്യാണത്തിന് ഗോൾഡൊക്കെ ഇവിടെ നിന്ന് വാങ്ങിക്കണമെന്ന്, കല്യാണം ആവട്ടെ എന്ന്. ഭയങ്കര വിഷമമുണ്ട് കേട്ടോ കപ്രി ഇങ്ങനെ ചെയ്തതിൽ. ജാസ്മിൻ്റെ മുഖം കണ്ട എന്തോ ഒരു സങ്കടത്തോടു കൂടിയാണെന്നറിയാം ആ കുട്ടി നിൽക്കണത്. പക്ഷെ ജാസ്മിന് അങ്ങനെ ഉണ്ടായിരുന്നിട്ടുണ്ട് കപ്രിയുടെ അടുത്ത് പ്രണയം. അതുകൊണ്ടാണല്ലോ അവർ ഒരുമിച്ചൊക്കെ കഴിഞ്ഞത്. അപ്പോൾ പ്രണയം ജാസ്മിന് തലയ്ക്ക് പിടിച്ചു. പക്ഷേ കപ്രി മൈൻഡ് ചെയ്തില്ല. കപ്രിക്ക് ഇതല്ലെങ്കിൽ ഇതിൻ്റെ അപ്പുറത്തത് കപ്രി ഉപയോഗിച്ചു വലിച്ചെറിഞ്ഞു എന്ന് വേണം പറയാൻ. അങ്ങനത്തെ കപ്രിയാണ് കപ്രി. അല്ലെങ്കിൽ തന്നെയും നമ്മളെ ജാബറാക്കായൊന്നും നടത്തൂല, കല്യാണം നടത്തേയില്ല. ആരാണെന്നറിയാലോ? ജാസ്മിൻ്റെ വാപ്പ. കപ്രിയുമായിട്ട് എന്തായാലും നടക്കൂല എന്നറിയാം. പിന്നെ അവർ ഒരുമിച്ച് അങ്ങനെ ഇങ്ങനെ ലിവിങ് ടുഗദറായിട്ട് കഴിഞ്ഞിരിക്കാനേ പറ്റുള്ളൂ. അതിനും കുറേ നാളൊക്കെ കഴിഞ്ഞപ്പോൾ കപ്രിക്ക് താല്പര്യമില്ലാതായി. എനിക്ക് ലിവിങ് ടുഗദറായിട്ടൊന്നും പറ്റൂല എന്നുള്ളതായി. കപ്രി ഒന്നല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തൊന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ചാടി കപ്രി ചാടി തവളച്ചാട്ടം പോലെ ചാടി അങ്ങേ അറ്റത്ത് എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇപ്പം ജാസ്മിനെ വെറുത്തു. ജാസ്മിന് ഭയങ്കര വിഷമമുണ്ട്. അതിൽ ഞങ്ങൾക്കും വിഷമമുണ്ട്. അവളെ കഴിവുകളും പിന്നെ ഒക്കെ തെളിയിച്ച് വന്നതായിരുന്നു. പക്ഷേ അവളിൽ നിന്ന് എല്ലാം ഊറ്റിയെടുത്തു ഈ കപ്രി. എന്നിട്ട് വലിച്ചങ്ങെറിഞ്ഞു. ഇതാണ് കപ്രി ചെയ്തത്.